ഡെവിൾ ഇതെൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ്. എന്നാണോ 1200 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അന്ന് മുതലായിരിക്കും ഈ കഥ കണ്ടിന്യൂസ് ആയി തുടങ്ങുക. എന്താണെങ്കിലും ഈ കഥയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കേൾക്കാം അല്ലേ? പ്രണയം ആർക്കും ആരോടും തോന്നാം. അതിൽ പ്രായം, ജാതി, വർണ്ണം, വർഗം ഒന്നുമില്ല. പ്രണയിക്കാൻ കഴിയുന്ന രണ്ട് മനസ്സുകൾ മാത്രം മതി. അങ്ങനെയുള്ള രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഒരാൾ മഴയാണെങ്കിൽ അടുത്തവൾ മഴയെപ്പോലും പിടിച്ചു നിർത്താൻ കഴിയുന്ന മന്ത്രയാണ്. വേദമന്ത്ര എന്ന ലേഡി ഡെവിളിന്റെയും അവൾക്ക് വേണ്ടി മാത്രം ജന്മമെടുത്ത മഴപ്പെണ്ണിന്റെയും കഥ. ലേഡി ഡെവിൾ ഭാഗം 1. രാവിലെ തന്നെ വാർത്തയും കേട്ടുകൊണ്ട് ചായ കുടിക്കുകയാണ് വിശ്വനാഥൻ. അവിടേക്ക് ചായയുമായി അയാളുടെ ഭാര്യ ജലജ വന്നു. വിശ്വേട്ടാ, ഇന്ന് ചായ എടുക്ക. മാനവ ജോലിക്ക് പോയോടോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ചായ കയ്യിലേക്ക് വാങ്ങി. മോൻ പോയിട്ട് ഇപ്പൊ തന്നെ സമയം എത്രയായി? മഴ ഒരുങ്ങുന്നു, ബസ് വരാറായി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കസേരയിലേക്കിരുന്നു. പ്രധാന വാർത്തകൾ. സുപ്രീം കോടതി സ്വവർഗാനുരാഗം കുറ്റകരമല്ല എന്ന് വിധിച്ചു. അയ്യേ, ഇതെന്തൊരു കൂത്ത്! ലോകം നശിക്കാൻ ഓരോന്നൊക്കെ ഇറങ്ങിക്കോളും, അതിന് കൂട്ടു നിൽക്കാൻ ഇപ്പൊ കോടതിയും. എന്റെ അമ്മ, അവരും മനുഷ്യരല്ലേ, പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? ദേ പെണ്ണേ, നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങി കൂട്ടണ്ട. പിന്നെ കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം, ഇതുപോലെ ഓരോന്നിനെയും കൂട്ടിക്കൊണ്ട് വരാനാ ഭാവമെങ്കിൽ കൊല്ലും ഞാൻ നിന്നെ. അമ്മയോട് ഇനിയും സംസാരിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് കോളേജിൽ പോകാനുള്ള ബസ് പോകും എന്ന് പറഞ്ഞുകൊണ്ട് മഴ വേഗം ബാഗും തൂക്കി വെളിയിലേക്ക് ഇറങ്ങി. അമ്മയും പുറത്തേക്കിറങ്ങി അവളെ യാത്രയാക്കി. നടക്കുന്നതിനിടയിലും പുറകോട്ട് തിരിഞ്ഞ് അമ്മയ്ക്കൊരു ടാറ്റ കൊടുക്കുവാൻ അവൾ മറന്നിരുന്നില്ല. ഇവളാണ് നമ്മുടെ നായികമാരിൽ ഒരാൾ, മായ വിശ്വനാഥൻ. സോറി, മഴ വിശ്വനാഥൻ. മഴ ആരെയും മയക്കുന്ന മഴ പോലെ തന്നെയാണ് ഇവളും. എന്നാൽ ദേഷ്യം വന്ന സർവവും നശിപ്പിക്കുന്ന പേമാരി. BCM കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഇവൾ. വീട്ടിൽ അമ്മ ജലജ, അച്ഛൻ വിശ്വനാഥൻ, ചേട്ടൻ മാനവ്, ഇവരാണ് ഇവളുടെ കുടുംബം. ഹോട്ടൽ ഗ്രീൻ പാർക്കിൽ ഒരു വലിയ ബിസിനസ് ഡീൽ നടക്കുകയാണ്. കേരളത്തിലെ പ്രമുഖരായ പല ബിസിനസ്സുകാരും അവിടെ എത്തിയിട്ടുണ്ട്. എന്റെ ആന്റണി, ആ യക്ഷി വന്നില്ലേ ഇതുവരെ? ഇന്നെന്താണാവോ പുതിയത്? ഒന്ന് പതുക്കെ പറയടാ, ഇതെങ്ങാനും അവളുടെ ചെവിയിൽ ചെന്നാ പിന്നെ വേറൊന്നും പറയണ്ട. ആന്റണി അതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. അല്ല, നിങ്ങൾ ആരുടെ കാര്യമായി ഈ പറയുന്നത്? സഞ്ജയ് മഹാദേവൻ അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആരുടെയാണെന്നോ? ആ മോളുടെ. നമ്മൾ വന്നിട്ട് നേരെ എത്രയായി? അവൾക്ക് കെട്ടിയെടുക്കാനായിട്ടില്ല ഇതുവരെ. മനോഹർ കുറച്ച് ദേഷ്യത്തിലാണ് പറയുന്നത്. അത്രയും പറഞ്ഞു തീർത്തപ്പോൾ തന്നെ അവൾ കടന്നു വന്നു. അവളുടെ മുഖത്തെ ഗൗരവം മാത്രമായിരുന്നു. ആരും അവളെ കണ്ടാൽ ഒന്ന് ഭയന്നു പോകും. ഇത്രയും നേരം കുറ്റം പറഞ്ഞവർ പോലും എഴുന്നേറ്റ് നിന്നു. വേദ, സഞ്ജു അറിയാതെ പറഞ്ഞുപോയി. വാവ്! അവൻ അടുത്തുള്ള ആന്റണിയോട് അവളുടെ പേര് ചോദിച്ചു. വേദമന്ത്ര കാശിനാഥൻ, മന്ത്ര ഗ്രൂപ്പിന്റെ അമരക്കാരി. സഞ്ജു അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആരെയും കൂസാത്ത അവളുടെ സ്വഭാവം, ഒരു പെണ്ണായിട്ട് കൂടി അവളുടെ ചങ്കൂറ്റം ആരും നോക്കി നിന്നു പോകുന്നതാണ്. വെറും 4 വർഷം കൊണ്ട് അവൾ കെട്ടിപ്പൊക്കിയതാണ് മന്ത്ര ഗ്രൂപ്പ് എന്ന അവളുടെ സാമ്രാജ്യം. ആരെയും വിസ്മയിപ്പിക്കുന്ന അവളുടെ പൊന്നാപുരം കോട്ട. ആന്റണി, ഇവളെ തളയ്ക്കാൻ ഒരുത്തൻ എന്ന് വരുവോ? അത് ശരിയാ, ഒരാണിന്റെ ചൂടറിയുമ്പോൾ ഇവളല്ല, ഇവളുടെ വലിയമ്മ പോലും അടങ്ങും. ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് സഞ്ജു അവരെ നോക്കി. താങ്ങുമോ മോനെ, അവളൊരു യക്ഷിയാണ്. ആന്റണി ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ മറുപടിയും കൊടുത്തു. അങ്ങനെ പരദൂഷണം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരുന്നു. അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ അവൾ അവിടെ തന്നെ ഇരുന്നു. ഒടുവിൽ ആ പ്രോജക്റ്റ് അവൾ സ്വന്തമാക്കുക തന്നെ ചെയ്തു. ആരെയും മൈൻഡ് ചെയ്യാതെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവളുടെ വശ്യ സൗന്ദര്യം നോക്കി നിന്നു. ആരെയും കൂസാതെ അവൾ പുറത്തേക്ക് തന്നെ പോയി. ഇവളാണ് നമ്മുടെ അടുത്ത നായിക, വേദമന്ത്ര കാശിനാഥൻ. കൈലാസം കുടുംബത്തിലെ കാശിനാഥന്റെ ഏക മകൾ. ഇവൾ പഠിച്ചതും വളർന്നതും എല്ലാം ലണ്ടനിലായിരുന്നു. സ്വന്തം നാടിനോടുള്ള സ്നേഹം കാരണം 4 വർഷം മുൻപാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. വീട്ടുകാരുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ഒറ്റത്തടിയായി നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ മന്ത്ര ഗ്രൂപ്പ് എന്ന വൻ സാമ്രാജ്യം കെട്ടിപ്പൊക്കി.
തനിക്കെതിരെ നിൽക്കുന്നവരെ കൊന്നു തള്ളാനും ഒരു മടിയില്ലാത്ത പെണ്ണ്. വേദമന്ത്ര. അതിനായി അവളുടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവളുടെ സ്വന്തം ബ്ലാക്ക് സ്ക്വാഡ്. രാഹുൽ, റോയ് മാത്യു, അപൂർവ്. ശത്രുക്കൾ പോലും ആരാധനയോടെ നോക്കുന്ന അവരുടെ രാക്ഷസിയാണവൾ. കൂടെ നിന്ന് ചതിക്കുന്നവന് മരണം മാത്രം ശിക്ഷ നൽകുന്നു. തനിക്ക് തടസ്സമായി നിൽക്കുന്നതിനെയെല്ലാം തുടച്ചു നീക്കി അവൾ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ സ്റ്റോറിയുടെ ഏകദേശ ഐഡിയ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ഒരാൾ മഴയാണെങ്കിൽ ഒരാൾ അഗ്നിയാണ്. എങ്ങനെയാകും ഇവർ ഒന്നിച്ചുള്ള ജീവിതം? കൂടുതൽ അറിയണമെങ്കിലേ സബ്സ്ക്രൈബർ 1200 ആവണം. അപ്പം വേഗം പോയി അങ്ങ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കൂ.